ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള CA ഇൻ്റർമീഡിയറ്റ് Jan 25 5 എക്സാംസ് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് പേപ്പർ മേ ബി നിങ്ങൾ ഇപ്പോൾ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും. ഇനി ഒരു പേപ്പറോടെ കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ കുറേ നാളത്തെ എഫേർട്ടിനൊരു ബ്രേക്ക്, അതിനൊരു ഒരു റെസ്റ്റ് കിട്ടുമല്ലോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റ്. ഐ നോ ദാറ്റ്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരൊറ്റ പേപ്പറും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ ടൈം ആയിട്ടില്ല. ഇതുവരെ വന്ന അതേ ഇൻറ്റൻസിറ്റി ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ജസ്റ്റ് 2 more days. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് 2 more days. 2 ദിവസം കൂടെ കഴിഞ്ഞ് 21st നമ്മുടെ എക്സാമാണ്. പേപ്പർ 6 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് FM ആൻഡ് SM. അപ്പോൾ അതിൽ FM-ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് മാത്രമാണ് ഞാൻ വളരെ ക്വിക്കായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലെങ്ത് അധികം ഉണ്ടാവില്ല, വളരെ ഫാസ്റ്റായിട്ട് ഈ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ടോപ്പിക്കുകൾ മാത്രം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാനുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അധികം ടൈം കളയുന്നില്ല, നമുക്ക് നേരെ കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ പേപ്പർ 6 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് 50 മാർക്ക്. നിങ്ങൾക്ക് എക്സാം പാറ്റേൺ ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഫെമിലിയർ ആണ്. ആദ്യം കമ്പൽസറി ക്വസ്റ്റ്യൻ MCQ ഉണ്ടാവും. അപ്പോൾ MCQ നിങ്ങൾ പ്രോബ്ലം പേപ്പറിൽ കണ്ടതുപോലെ തന്നെ FM-ൻ്റെ കേസിലും ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ സബ് ക്വസ്റ്റ്യനായിട്ട് MCQ ചോദിക്കാനാണ് കൂടുതൽ ചാൻസ്. അല്ലാതെ ചെറിയ 2 മാർക്കിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് പകരം ഒരു വലിയ കേസ് സ്റ്റഡി, ആ കേസ് സ്റ്റഡിയെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ചാപ്റ്റർ മാത്രം ആവണമെന്നില്ല, 2 ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്തുള്ള കോൺസെപ്റ്റ് ഒക്കെ ചോദിക്കാം. കഴിഞ്ഞ ചാൻസിലൊക്കെ അങ്ങനെ ഒരു പാറ്റേൺ കണ്ടിരുന്നു. 1-2 ചാപ്റ്ററുകളിലെ കോൺസെപ്റ്റ് ക്ലബ് ചെയ്തിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ ഒരു സെനാരിയോയും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ ഒരു സെനാരിയും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. സോ അത് കണ്ട് അഫ്രൈഡ് ആവരുത്. ക്വസ്റ്റ്യൻ ബേസിക്കലി സിമ്പിൾ ആയിരിക്കും. നിങ്ങളതൊന്ന് കണ്ട് ക്വസ്റ്റ്യൻ്റെ വലിപ്പം കണ്ട് പേടിക്കാതിരുന്നാൽ മതി. വളരെ സമാധാനത്തോടെ പീസ്ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ചെയ്യുക, അതിൻ്റെ ആൻസർ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. വർക്കിംഗ് നോട്ട്സ് ഒരു സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. കാരണം FM-ൻ്റെയൊക്കെ കേസിൽ അത് സോൾവ് ചെയ്ത് നോക്കാതെ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റത്തില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു വർക്കിംഗ് ഷീറ്റ് ആവശ്യമാണ്. ഒരു എക്സ്ട്രാ ഷീറ്റ് തുടക്കത്തിൽ തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിലിൻ്റെ ലാസ്റ്റ് പേജിലോ മറ്റോ ആ റഫ് വർക്കിംഗ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് അതിൽ കാണിച്ചു കൊടുക്കുക, എഴുതി വെച്ചിട്ട് അതിലെ വർക്കിംഗ് നോട്ട്സ് പ്രകാരം ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ ഞാൻ MCQ-ലോട്ട് കിടക്കുന്നില്ല. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് തിയറി ചാപ്റ്റേഴ്സാണ്. എൻ്റെ റെക്കമെൻഡേഷൻ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ്റെ സമയത്ത് ഈ 2 തിയറി ചാപ്റ്റർ നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവും, പക്ഷേ അതെല്ലാം കൂടി ഒരൊറ്റ ചോയ്സ് ആയിട്ടാണ് വരിക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തിയറി ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം, ബാക്കി പ്രോബ്ലം ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ആണെങ്കിലും അല്ലെങ്കിലും ഇതിനു വേണ്ടി ഒരുപാട് സമയം കളയരുത്. വളരെ ക്വിക്കായിട്ട് വല്ലതും നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. ഇല്ലെങ്കിൽ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് തിയറി ചാപ്റ്റേഴ്സാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാനാണ്. ഓക്കെ, ഇനി 3rd ചാപ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ഇതിനകത്ത് 2 ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ഫിനാൻഷ്യൽ അനാലിസിസ് ത്രൂ റേഷ്യോസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് റേഷ്യോ അനാലിസിസ് നമുക്ക് വേണം. അതല്ലാതെയുള്ള ആദ്യത്തെ 2 തിയറി ചാപ്റ്റേഴ്സ്. ആദ്യം ഒരു സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ട്. പിന്നെ രണ്ടാമത് ഒരു ടൈപ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന ഒരു തിയറി ചാപ്റ്റർ ഉണ്ട്. രണ്ടും ബേസിക്കലി തിയറി ഓരോ ക്യാപിറ്റൽ എന്തൊക്കെയാണെന്നൊക്കെയുള്ള കഥകളൊക്കെയാണ്. ടൈം ഇല്ല വെച്ചാൽ അതിന് പോയി സമയം കളയണ്ട. അതിനെക്കൊണ്ടുള്ള വെയിറ്റേജ് ആ 2 ചാപ്റ്ററിൽ നിന്നും വരത്തില്ല. കാരണം തിയറി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കൂടെ അതിപ്പോൾ 2 തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ബാക്കിയുള്ള കോൺസെപ്റ്റിൽ നിന്നും തിയറി ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ പിന്നെ അതിനായിട്ട് നോക്കി ഒരുപാട് സമയം കളയണ്ട. എസ്പെഷ്യലി ലാസ്റ്റ് മിനിറ്റ് നേരത്തെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ കളയുക. ചാപ്റ്റർ 3 റേഷ്യോ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. റേഷ്യോയ്ക്ക് അന്ന് യൂഷ്വലി ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്നും ഇല്ലെങ്കിൽ ഈ ആദ്യത്തെ കേസ് സ്റ്റഡിക്കകത്ത് റേഷ്യോ ക്ലബ് ചെയ്തിട്ട് 1-2 റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. റേഷ്യോ അനാലിസിസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിലെ ഓരോ റേഷ്യോസും അതിനിപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, റേഷ്യോ അനാലിസിസിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ടോപ്പിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം മൊത്തം റേഷ്യോ ബേസ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നോക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് ഇമ്പോർട്ടൻ്റ് ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കെയുടെ കാൽക്കുലേഷൻ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ കാൽക്കുലേഷൻ. കോസ്റ്റ് ഓഫ് ഡെറ്റിനകത്ത് YTM അപ്രോച്ച്, നമ്മുടെ YTM മെത്തേഡ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പഠിച്ചതിന് ശേഷം പ്രസന്റ് വാല്യൂ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചു വന്ന് YTM നമ്മൾ പഠിച്ചിട്ടുണ്ട്. YTM കോൺസെപ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, YTM സ്കിപ്പ് ചെയ്യാതിരിക്കുക.
അപ്പോൾ നമുക്ക് നോർമൽ കോഴ്സിലുള്ള KD KE ഒക്കെ കാണാൻ നിങ്ങൾക്കറിയാം. അതിൽ നമ്മൾ യൂഷ്വലി സ്കിപ്പായി പോകുന്നൊരു ഏരിയ എന്ന് പറയുന്നത് YTM ആണ്. കാരണം എൻ്റെ ക്ലാസ് ഫോളോ ചെയ്തവരാണെങ്കിൽ നമ്മളത് ഏറ്റവും അവസാനമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിച്ചപ്പോഴല്ല, ക്യാപിറ്റൽ പഠിച്ചിട്ടതിന് ശേഷമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സോ അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ കൂടെ ഇനി YTM സ്കിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ YTM സ്കിപ്പ് ചെയ്യാതിരിക്കുക. YTM ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഒപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്കകത്ത് റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച്, ഇത് രണ്ടും സിമിലർ ആണ്. ഈ YTMഉം റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ചും സിമിലർ ആണ്. രണ്ടും ഒരേ കോൺസെപ്റ്റ് ആണ്. IRR കോൺസെപ്റ്റ് ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുന്നതാണ് YTMഉം IRRഉം. റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ചും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും നോക്കി വെക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇതേ കോൺസെപ്റ്റിൻ്റെ റിവേഴ്സ് നിങ്ങളിവിടെ കാണുന്നുണ്ട്. അവിടെ ഇക്വിറ്റിയുടെ വാല്യൂ എടുക്കാനായിട്ട് നമ്മൾ മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ ഇതേ IRR കോൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ ബേസിക്കലി അവിടെ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെയും ഇവിടെയും ആ രണ്ട് ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിനകത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത് YTM ആൻഡ് IRR. അതുപോലെ കൺവേർട്ടബിൾ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് കാണാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അത് രണ്ടെണ്ണം ശ്രദ്ധിക്കുക. പിന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മുടെ റെഗുലർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്റർ. 2, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിലോട്ട് വരുമ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റുന്നത് അപ്രോച്ച് ആണ്. അപ്രോച്ച് വിത്ത് ടാക്സ് ആൻഡ് വിത്തൗട്ട് ടാക്സ്, വിത്ത് ടാക്സ് ആൻഡ് വിത്തൗട്ട് ടാക്സ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് എനിക്ക് തോന്നിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത്. അപ്പോൾ അത് മാത്രമേ ചോദിക്കുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പാറ്റേൺ വെച്ചിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് അപ്രോച്ചാണ്. അതിൽ വിത്തൗട്ട് ടാക്സിനകത്ത് നമ്മുടെ ലെവറേജ് പ്രോസസ്സ്, ആർബിട്രേജ് പ്രോസസ്സ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. അത് തന്നെ 4 കേസായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നോർമൽ കോഴ്സിൽ ഫോർവേഡ് ആയിട്ടുള്ള ആർബിട്രേജ് പ്രോസസ്സ്, പിന്നെ അതിൻ്റെ റിവേഴ്സ് ആർബിട്രേജ്. അതിൽ തന്നെ പിന്നെ ആനുവൽ ഇൻകം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആർബിട്രേജ് ഗെയിനും കൂടെ ചേർത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സെനാരിയോ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇലിസ്ട്രേഷൻ ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ആ സ്റ്റഡി മെറ്റീരിയൽ ഇലിസ്ട്രേഷൻസ് എടുത്ത് നോക്കുക. ഞാൻ എക്സാക്ട് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് അപ്രോച്ചിനകത്ത് ഇലിസ്ട്രേഷൻ 7 അതിൽ കാൽക്കുലേറ്റ് the increase in annual earnings of investor if he switches his holding from levered to unlevered company. അപ്പോൾ അത് ആർബിട്രേജ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ അതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആർബിട്രേജ് പ്രോസസ്സിനകത്ത് നമ്മൾ നോർമലി പറയുന്നത് എന്താണ്, ലെവേർഡിൽ നിന്ന് അൺലെവേർഡിലോട്ട് സ്വിച്ച് ചെയ്താൽ ഇൻകം സെയിം ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ആനുവൽ ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആർബിട്രേജ് ഗെയിനും കൂടെ ചേർത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സെനാരിയോ നമ്മുടെ ക്ലാസ്സിലൊക്കെ വളരെ ഡീപ്പായിട്ട് എടുത്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ ആ ടോപ്പിക്കിലോട്ടൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഇലിസ്ട്രേഷൻ 7 കാര്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇലിസ്ട്രേഷൻ 9 സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ ഇലിസ്ട്രേഷൻ 9 അത് റിവേഴ്സ് ആർബിട്രേജിനകത്ത് ആനുവൽ ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യുന്ന സെനാരിയോ ആണ്. അപ്പോൾ അത് സ്കിപ്പായി പോകരുത്. ഇലിസ്ട്രേഷൻ 7 and 9 ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമ്മുടെ നോട്ട്സിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ തലേന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരുപാട് സമയം കിട്ടത്തില്ല, നമുക്കൊരു 1 full day ആണ് കിട്ടുക. അപ്പോൾ ആ ഒരു ഡേയിൽ നിങ്ങൾക്ക് SM and FM തീർക്കേണ്ടതുണ്ട്, എനിക്കറിയാം. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് എൻ്റെ നോട്ട്സ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആ നോട്ട്സിലെ ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉള്ളത് അപ്രോച്ചിനകത്ത് തന്നെ വിത്ത് ടാക്സ് ആണ്. വിത്ത് ടാക്സിൻ്റെ കേസിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു RES ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ വിത്ത് ടാക്സിനകത്ത് നമ്മൾ നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇത് വെച്ച് കാണുന്നത് എങ്ങനെയാണ്. അപ്പോൾ വിത്ത് ടാക്സിനകത്ത് മാർക്കറ്റ് വാല്യൂ എങ്ങനെ, ലെവേർഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ എങ്ങനെ കാണാം, പ്ലസ് അവിടുത്തെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെ കാണാം, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കാണാം എന്നുള്ള സെനാരിയോ ആണ്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അഥവാ നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഈ പറയുന്ന ഇലിസ്ട്രേഷൻ നമ്പർ 10 നോക്കാം. അതിനകത്ത് നമ്മൾ KO ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു സെനാരിയോ ആണ് സ്റ്റഡി മെറ്റീരിയൽ ബേസ്ഡ് ചെയ്ത് പറയുകയാണെങ്കിൽ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനകത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അതാണ്. ഫസ്റ്റ് പാർട്ടിനകത്ത് അപ്രോച്ച് വിത്ത് ടാക്സ് ആൻഡ് വിത്തൗട്ട് ടാക്സ്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിനകത്ത് ഒരു EBIT EPS അനാലിസിസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഈസിയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് EBIT EPS അനാലിസിസ് എന്ന് പറയുക. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് നോക്കുക. അത് വലിയ സമയം എടുക്കത്തില്ല. വളരെ ക്വിക്കായിട്ട് EBIT EPS അനാലിസിസിൻ്റെ 1-2 ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കുക. അതുപോലെ ഇൻഡിഫറൻറ്റ് പോയിന്റും ബ്രേക്ക് ഈവൻ പോയിന്റും, ഇൻഡിഫറൻറ്റ് പോയിന്റ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ്.
അപ്പോൾ ഈ ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ ക്വസ്റ്റ്യനകത്ത് തന്നെ എടുക്കുമ്പോൾ അവിടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനകത്ത് ഒരു നല്ല ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഒന്നെടുക്കാം. അതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനകത്ത് നമുക്കൊരു സ്റ്റഡി മെറ്റീരിയലിനകത്ത് തന്നെ ഒരു നല്ല ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് EBIT നീഡ് ടു ഇൻക്രീസ് ബിഫോർ ദ നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് വുഡ് ബി ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ പറയുകയാണ്, ഇലിസ്ട്രേഷൻ നമ്പർ 14 ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മാറുമ്പോൾ EBIT EPS അനാലിസിസ് ആണ്, EPS വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മളുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഹയർ ദാൻ 35 ആണെങ്കിൽ അത് KE 12.5 ആക്കും, PE റേഷ്യോ 8 ആയിട്ട് കുറയ്ക്കും എന്നൊക്കെ പറയുന്നൊരു കേസാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല വേരിയൻറ്റ് പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതേ പാറ്റേൺ, ഇതേ സംഭവം തന്നെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഇത്രയിൽ കൂടുതലായാൽ ഇങ്ങനെ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പല പാറ്റേൺ പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. 14 ഒന്ന് ചെക്ക് ചെയ്തേക്കുക. പിന്നുള്ളത് സ്റ്റഡി മെറ്റീരിയലിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ MM അപ്രോച്ച് വിത്ത് നമ്മുടെ EBIT EPS അനാലിസിസിനകത്ത് ഇൻഡിഫറൻറ്റ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഇതിലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 5 യോയോ ലിമിറ്റഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെച്ചേക്കുക. അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ ബി പാർട്ട്, കമ്പ്യൂട്ട് ഹൗ മച്ച് വുഡ് EBIT നീഡ് ടു ഇൻക്രീസ് ബിഫോർ ദ നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് വുഡ് ബി ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം, അതുകൊണ്ട് അത് നോക്കി വെക്കാം. അപ്പോൾ അതാണ് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ നമുക്ക് പറയാനായിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ലെവറേജിലോട്ട് വരുമ്പോൾ ലെവറേജിൽ ഇൻ ജനറൽ അതിപ്പോൾ ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണ്, ഫിനാൻഷ്യൽ ആണ്, കമ്പൈൻഡ് ആണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല. ലെവറേജ് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ചാൻസുകളിൽ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈസി ടോപ്പിക്കാണ്, കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ലെവറേജിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ലെവറേജിൻ്റെ ഇൻ ജനറൽ നോക്കി വെക്കുക. നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് മൊഡ്യൂൾ 2 ആണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വരികയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് നമുക്ക് ഏതാണൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എങ്കിലും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൽ വെച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ പറയുകയാണ്. എൻ്റെ നോട്ട്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആണ്, XYZ ലിമിറ്റഡ് ഈസ് പ്ലാനിങ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് വിത്ത് പ്രോജക്ട് ലൈഫ് ഓഫ് 8 years. ദ പ്രോജക്ട് ഈസ് ടു സെറ്റ് അപ്പ് ഇൻ സെസ് ക്വാളിഫൈസ് ഫോർ വൺ ടൈം ടാക്സ് ഫ്രീ സബ്സിഡി ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് 25 lakh എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൽ ഞാനത് പിക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ലോസിൻ്റെ സെറ്റ് ഓഫിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ഒരു ഗ്യാരണ്ടി ഇല്ല ഇതൊക്കെ റിപ്പീറ്റ് ചോദിക്കും എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഗഡ് ഫീലിംഗ് വെച്ചിട്ട് പറയുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് തോന്നാൻ പറ്റുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കുറേ തവണ മാറി തിരിഞ്ഞ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 വളരെ സിമ്പിൾ എന്ന് കാഴ്ചയിൽ തോന്നുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സേവിങ്സ് 60,000, ലൈഫ് 4 വർഷം, IRR 15%, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്, പേ ബാക്ക് പീരീഡ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, NPV ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ യൂഷ്വലി കുട്ടികൾ കാണിക്കുന്ന ഒരു അബദ്ധം, ഈ IRR 15% കാണുമ്പോൾ ചാടി കയറി IRRൽ തുടങ്ങും. ആക്ച്വലി അങ്ങനല്ല. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ തുടങ്ങും. അങ്ങനെ ചെയ്യരുത്, IRRൽ തുടങ്ങണം. IRR 15 ആണെങ്കിൽ ഇൻഫ്ലോയെ 15% ഡിസ്കൗണ്ട് ചെയ്താൽ ഔട്ട്ഫ്ലോ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് കിട്ടും. ആ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ബാക്കി ഫർദർ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കുക. എൻ്റെ നോട്ട്സിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 14 ആയിട്ട് ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 അതുപോലെ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ WDV മെത്തേഡിൽ വരികയും അവിടെ ബ്ലോക്ക് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന സെനാരിയോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റഡി മെറ്റീരിയലിനകത്ത് നല്ലൊരു ക്വസ്റ്റ്യൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനകത്തായിട്ട് ഇട്ടിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയലിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെസ്സിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 9 ആണ്. സ്റ്റഡി മെറ്റീരിയലിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 9 ആണ്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 8 ഒരു സ്കാനിങ് മെഷീൻ വാങ്ങുന്ന ക്വസ്റ്റ്യൻ, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ എലമെൻറ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 11 അതാണ് ഞാൻ പറഞ്ഞ ബ്ലോക്ക് കോൺസെപ്റ്റിൻ്റെ കേസ്. സാവ്ലി ലിമിറ്റഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 11 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ ഡിപ്രിസിയേഷൻ റെഗുലറായിട്ട് കാണുന്ന പോലെയല്ല, ബ്ലോക്ക് കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ ഇൻകം ടാക്സിലെ ബ്ലോക്ക് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എഫ്എമ്മിനകത്ത് ഇപ്പോൾ ജനറലി അങ്ങനൊരു പാറ്റേൺ ഉണ്ട്. അതായത് മറ്റേതെങ്കിലും പേപ്പറിലെ കോൺസെപ്റ്റ് കൂടെ ക്ലബ് ചെയ്ത് ചോദിക്കുക. ഇപ്പോൾ ടാക്സിൽ ഒരു കോൺസെപ്റ്റ് എടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ GSTയിൽ ഒരു കോൺസെപ്റ്റ് എടുത്ത് മിക്സ് ചെയ്യുക, അങ്ങനെയുള്ള സംഗതികൾ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്പർ 11 ഒന്ന് നോക്കി വെച്ചേക്കുക. നല്ല ക്വസ്റ്റ്യൻ ആണ്, കാരണം ബ്ലോക്ക് കോൺസെപ്റ്റ് ആണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ എക്സിസ്റ്റിംഗ് മെഷീൻ്റെ WDV ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ മെഷീൻ വാങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഓപ്പണിംഗ് WDV പ്ലസ് അഡീഷൻ മൈനസ് ഡിലീഷൻ എന്നുള്ള രീതിയിൽ ഇൻകം ടാക്സിൽ ബ്ലോക്കിനകത്ത് എങ്ങനെയാണോ ഡിപ്രീസിയേഷൻ കാണുന്നത് അതേ കോൺസെപ്റ്റിൽ ഡിപ്രീസിയേഷൻ കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ ക്വസ്റ്റൻ നമ്പർ 11. അത് നല്ല ക്വസ്റ്റൻ ആണ്, നോക്കി വെക്കുക. അതുപോലെ ഇതിന് തൊട്ട് മുമ്പത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ട്, ക്വസ്റ്റൻ നമ്പർ 10. വളരെ വലിയ ക്വസ്റ്റൻ ആണ്. പണ്ട് നേരത്തെ CA ഫൈനലിന് ചോദിച്ചുകൊണ്ടിരുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഈ ക്വസ്റ്റൻ നമ്പർ 10. അത് CA ഇന്റർലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. അത് ചോദിക്കാൻ ചാൻസ് കൂടിയൊരു ക്വസ്റ്റൻ ആണ്. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ളൊരു ക്വസ്റ്റൻ ആണ്. അതിനകത്ത് വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, വേജസിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, ഫാക്ടറി ഓവർഹെഡിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അത് അലോക്കേഷൻ ഓഫ് അതർ ഡിപ്പാർട്ട്മെന്റ് ആണ്, പിന്നെ ലേബറിനകത്ത് ഐഡിൽ ടൈം ലേബർ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സുകൾ നിറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 10 എന്ന് പറയുന്നത്. അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് പെട്ടെന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. പക്ഷെ അവിടെ വറീഡ് ആവാതിരിക്കുക, ടെൻസ്ഡ് ആവാതിരിക്കുക. പുതിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടെൻസ്ഡ് ആവാതിരിക്കുക. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് വളരെ കാമായിട്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. എത്രത്തോളം വർക്കിംഗ് നോട്ട്സ് കൊടുക്കാമോ അത്രത്തോളം വർക്കിംഗ് നോട്ട്സ് കൊടുക്കുക. ഈവൻ ദോ നിങ്ങളുടെ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിലും വർക്കിംഗ് നോട്ട്സിന് സ്റ്റെപ്പ് മാർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മാക്സിമം വർക്കിംഗ് നോട്ട്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഒരു വലിയ ക്വസ്റ്റ്യനോ പുതിയ ക്വസ്റ്റ്യനോ കാണുമ്പോൾ പേടിച്ച് അറ്റൻഡ് ചെയ്യാതെ മാറി നിൽക്കരുത്, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് പറയാനായിട്ടുള്ളത്. പിന്നുള്ളത് ഡിവിഡൻഡ് ഡിസിഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. ഡിവിഡൻഡ് ഡിസിഷനകത്ത് എഗെയിൻ എനിക്ക് പറയാനുള്ളത് അപ്രോച്ച് തന്നെയാണ്. ഇപ്പോൾ ഗോർഡനും വോൾട്ടർ മോഡലും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, അത് ഈസിയാണ്. ഗോർഡൻ മോഡൽ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഗോർഡൻ മോഡലിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ്. ബട്ട് അപ്രോച്ച് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ മാറിയും തിരിഞ്ഞും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻ്റെ നോട്ട്സിനകത്താണെങ്കിൽ എൻ്റെ നോട്ട്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിവിഡൻഡ് ഡിസിഷനകത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്രോച്ച് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1, എൻ്റെ നോട്ട്സിലെ ക്വസ്റ്റ്യൻ നമ്പർ 1, അത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് സെയിം ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കുക. അപ്രോച്ച് പ്രകാരം ഡിവിഡൻഡ് ഇറലവൻസി പ്രൂവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിവിഡൻഡ് കൊടുത്താൽ ഇല്ലെങ്കിലും അവിടുത്തെ മാർക്കറ്റ് പ്രൈസ് സെയിം ആയിരിക്കും, മാർക്കറ്റ് വാല്യൂ സെയിം ആയിരിക്കും എന്നുള്ളതും, പിന്നെ ഡിവിഡൻഡ് കൊടുത്താൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം, ഇല്ലെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം, പിന്നെ അതിൻ്റെ ഡിവിഡൻഡ് റിലവൻസി പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ ഡിവിഡൻഡ് റിലവൻസി അപ്രോച്ച് മാറിയും തിരിഞ്ഞും ചോദിച്ചിട്ടുണ്ട്. സോ ഡിവിഡൻഡ് ഡിസിഷനകത്ത് അപ്രോച്ച് ഫോക്കസ് ചെയ്യാം. ഗോർഡൻ മോഡലും വോൾട്ടർ മോഡലും വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ 1-2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഗോർഡൻ മോഡലിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ്. അപ്പോൾ പ്രസന്റ് വാല്യൂ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. ഞാൻ എൻ്റെ നോട്ട്സിലെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 MNP ലിമിറ്റഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റഡി മെറ്റീരിയൽ ബേസ്ഡ് ആണെങ്കിൽ സ്റ്റഡി മെറ്റീരിയലിനകത്ത് പ്രാക്ടിക്കൽ ക്വസ്റ്റിനകത്ത് വളരെ നല്ല ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വെക്കുക. അതിൻ്റെ പല വേരിയൻസ് ചോദിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 5, A&R ലിമിറ്റഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. A&R ലിമിറ്റഡ് ഈസ് എ ലാർജ് ക്യാപ് മൾട്ടിനാഷണൽ കമ്പനി ലിസ്റ്റഡ് ഇൻ BSE. അപ്പോൾ അവിടെ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ ഇൻട്രിൻസിക് വാല്യൂ പെർ ഷെയർ ആൻഡ് സ്റ്റേറ്റ് വെദർ ഷെയർസ് ആർ ഓവർ പ്രൈസ്ഡ് ഓർ അണ്ടർ പ്രൈസ്ഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വളരെ നല്ലൊരു ക്വസ്റ്റൻ ആണ്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 5, മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ പ്രകാരമുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് മൾട്ടിപ്പിൾ ഗ്രോത്ത് ആണ്, വേരിയബിൾ ഗ്രോത്ത് ആണ്. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ഗ്രോ അറ്റ് 15% ഫോർ ദ നെക്സ്റ്റ് 4 year ആൻഡ് ദെൻ 5% ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ് എന്നാണ്. അടുത്ത 4 വർഷം 15% വെച്ചും അത് കഴിഞ്ഞ് ഇൻഫിനിറ്റ് പീരീഡിലേക്ക് 5% വെച്ചും ഗ്രോ ചെയ്യുന്നു എന്ന് പറയുന്ന സെനാരിയോയിലുള്ള ക്വസ്റ്റൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ഇൻ ജനറൽ നോക്കുക, ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഏരിയ ആണ്. അപ്പോൾ ഗോർഡനകത്തുനിന്ന് ഇമ്പോർട്ടൻസ് ഉള്ളത് അതാണ്. MMനകത്ത് ഡിവിഡൻഡ് റിലവൻസി പ്രൂവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റൻ. ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ലാസ്റ്റ് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് നിങ്ങൾക്കറിയാം ഏകദേശം 6 യൂണിറ്റുകളുണ്ട്. അതിൽ ഇൻട്രൊഡക്ഷൻ ആണ് ഏറ്റവും വെയിറ്റേജ് ഉള്ള ഏരിയ. അതായത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷൻ, എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്യുക. വർക്കിംഗ് ക്യാപിറ്റൽ അസസ്മെൻറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയാൻ പറ്റുന്നത് ഡബിൾ ഷിഫ്റ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ ഡബിൾ ഷിഫ്റ്റ് വർക്കിംഗ് അല്ല, ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ ആണ്. ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ നമ്മൾ ക്ലാസ്സിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യാത്ത ആൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാണ്. ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ ആണ് എന്ന് പറയുന്ന കേസുകളിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷൻ കംപ്ലീറ്റ്ലി മാറും.
അപ്പോൾ ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ കാര്യമായിട്ട് ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനകത്ത് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ്റെത് മാത്രമായി കൊടുത്തിട്ടുണ്ട്. അത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കി വെക്കുക, ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എസ്പെഷ്യലി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 4. ഇത് ചാപ്റ്റർ 6 ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എല്ലാം ഒരുമിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 4, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 5 MA ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 6 അനേജ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, അനേജ ലിമിറ്റഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കോസ്റ്റ് ഷീറ്റ് ബേസും കൂടെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുന്ന സമയത്ത് അത് നോക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ചാൻസ് കൂടുതലാണ്, കുറച്ച് ടൈറ്റ് ആണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ടഫ് ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 4, 5, 6. അപ്പോൾ അത് 3 നോക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ ആണ്. പിന്നുള്ളത് ഡബിൾ ഷിഫ്റ്റ് വർക്കിംഗ് ആണ്. ഡബിൾ ഷിഫ്റ്റ് വർക്കിങ്ങിൻ്റെ കേസിൽ നിങ്ങൾ ഒരുപാട് അലയേണ്ട വേറെ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഇലസ്ട്രേഷൻ തന്നെ ഉണ്ട്. ഇലസ്ട്രേഷൻ നമ്പർ 5 ആണെന്നാണ് എൻ്റെ ഓർമ്മ ഇലസ്ട്രേഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് സ്റ്റഡി മെറ്റീരിയലിലെ 5ാമത്തെ ഇലസ്ട്രേഷൻ, എഫക്റ്റ് ഓഫ് ഡബിൾ ഷിഫ്റ്റ് വർക്കിംഗ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സബ്മറീൻ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഇതൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ചാപ്റ്റർ. ബാക്കി പിന്നെ ഉള്ളത് ജനറലി വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്യുന്നതാണ്. 90% കേസിലും വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ എങ്ങാനും ടഫ് ആക്കുകയാണെങ്കിൽ ടഫ് ആക്കാൻ സാധ്യതയുള്ള ഏരിയകളാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷനും ഡബിൾ ഷിഫ്റ്റ് വർക്കിങ്ങും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ഏരിയ എന്ന് പറയാൻ പറ്റുന്നത്. ക്യാഷ് മാനേജ്മെൻറ്റിനകത്ത് പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ വില്യം ജെ ബൗമൽ മോഡലാണ്, EOQ മോഡലാണ്. പിന്നെ ക്യാഷ് ബഡ്ജറ്റ് അത്ര ഫ്രീക്വൻ്റ് അല്ല എങ്കിൽ കൂടെ ചോദിക്കാം. വില്യം ജെ ബൗമൽ മോഡൽ MCQ ആയിട്ടും ചോദിക്കാം. മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി ഓർക്കുക. നിങ്ങൾ ഇൻവെൻട്രി എന്ന് പറയുന്നൊരു ചാപ്റ്റർ FM-നകത്ത് പഠിക്കുന്നില്ല, ആകെ ഒരൊറ്റ പേജ് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ FM കോസ്റ്റിങ്ങിനകത്ത് EOQ ബേസ് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഇവിടെ ചോദിക്കാം. ഒരു തവണ ചോദിക്കുകയും ചെയ്തു, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഒരു തവണ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് EOQ ബേസ് ചെയ്തിട്ടുള്ള റീഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചോദ്യം എടുത്തു വെച്ച് ചോദിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ കോസ്റ്റിങ്ങിലെ EOQ റീഓർഡർ ലെവൽ തുടങ്ങിയ ഏരിയ പറ്റുമെങ്കിൽ, സമയം കിട്ടുമെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ നോട്ട്സിലെ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഏരിയയിൽ ക്വസ്റ്റ്യൻ നമ്പർ 6, ഇത് എക്സാം May 22 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, കാൽക്കുലേറ്റർ റീഓർഡർ ഇൻവെൻട്രി ലെവൽ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇഫ് സപ്ലയർ ഓഫർ 1% ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഫോർ പർച്ചേസ് ഇൻ ലോട്ട്സ് ഓഫ് 9,000 യൂണിറ്റ്സ് ഓർ മോർ ഷുഡ് ദ കമ്പനി അക്സെപ്റ്റ് ദ പ്രൊപ്പോസൽ. ഇത് പ്യുവർലി കോസ്റ്റിങ്ങിനകത്തെ മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെറ്റീരിയൽ എന്ന് പറയുന്ന ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റീഓർഡർ ലെവൽ, റീഓർഡർ ക്വാണ്ടിറ്റി, അതുപോലെ EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് നമുക്ക് FM-നകത്ത് അങ്ങനെ ഒരു ഇലസ്ട്രേഷൻ പോലും ഇല്ല, പക്ഷേ സ്റ്റിൽ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ FM കോസ്റ്റിങ്ങിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയൽ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ടെക്നിക്കലി അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. സോ സമയം കിട്ടുന്നുണ്ടെങ്കിൽ കോസ്റ്റിങ്ങിനകത്ത് പോയി ജസ്റ്റ് EOQ-വും റീഓർഡർ ലെവലും റീഓർഡർ ക്വാണ്ടിറ്റിയും ഒന്ന് നോക്കി വെച്ചേക്കുക. എങ്ങാനും ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഹെൽപ്ലെസ് ആവരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഇൻവെൻട്രി ബേസ് ചെയ്തിട്ട് എനിക്ക് പറയാനായിട്ടുള്ളൊരു ഏരിയ. പിന്നുള്ളത് മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ് ആണ്. റിസീവബിൾസിൽ ശ്രദ്ധിക്കേണ്ടത് ഫാക്ടറിങ് ആണ്. ഒറ്റ ഏരിയ ഫാക്ടറിങ് തന്നെ. ഫാക്ടറിങ് ഇപ്പോൾ കുറച്ച് ട്രെൻഡ് കൂടുതലാണ്. ഈ അടുത്തിടയ്ക്കായിട്ട് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നൊരു ഏരിയയാണ് ഫാക്ടറിങ്. മാത്രമല്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഫാക്ടറിങ് കാര്യമായിട്ട് നോക്കുക. മാനേജ്മെൻറ്റ് ഓഫ് പേബിൾസിനകത്ത് ഒറ്റ ഏരിയയെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. അത് കോസ്റ്റ് ഓഫ് നോട്ട് അവെയിലിംഗ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഒരു 10 മിനിറ്റ് എടുത്താൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഏരിയയാണ്. സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ ഇലസ്ട്രേഷൻ നമ്പർ 21 എടുത്തു വെച്ച് ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഏരിയ കിട്ടും. വേറെ അതിനകത്ത് പേബിൾസുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒന്നും അതിനകത്ത് കാര്യമായിട്ട് നോക്കാനായിട്ടില്ല. ആ ഒരൊറ്റ ഏരിയ മാത്രം നോക്കിയാൽ മതി. സ്കിപ്പ് ചെയ്യാതിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ഞാനിപ്പോൾ പറഞ്ഞ ഇലസ്ട്രേഷൻ എടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് പ്രധാനമായിട്ട് നോക്കാനായിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയാം. അപ്പോൾ ഇത്രയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് SM-ലോട്ട് കയറാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ റിവിഷൻ നടക്കില്ല, എല്ലാ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കലും നടക്കില്ല. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി കൂടിയ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കി പോകാൻ നോക്കുക. ഒപ്പം SM-ഉം റിവൈസ് ചെയ്യുക. രണ്ടും കൂടെ ചേർന്നിട്ടാണല്ലോ 50 മാർക്ക് ഇതിന് എന്തായാലും കിട്ടത്തുള്ളൂ. ബാക്കി 50 SM-ൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ രണ്ടിനും വെയിറ്റേജ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് മോർ ടൈം നിങ്ങൾക്ക് FM-നും SM-നും ആയിട്ട് അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ സമയം കളയുന്നില്ല, ഞാൻ പ്രസംഗിച്ച് സമയം നീട്ടുന്നില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. പോയി നന്നായിട്ട് എഴുതുക, നന്നായിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് എഴുതുക. FM-ന് ഒരു എക്സംഷൻ കൊണ്ടേ വരാവൂ. ഓക്കെ, താങ്ക് യു ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്.